പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഒരേ മനസ്സോടെ നമ്മുടെ ഈശോയെ നമുക്ക് ആരാധിക്കാം. സ്വർഗീയ ഗണം മുഴുവനും ഈ അൾത്താരയ്ക്ക് ചുറ്റിലും അണിചേർന്നിട്ടുണ്ട്. പരിശുദ്ധ അമ്മയും വിശുദ്ധ ഔസേപിതാവും കൂടെയുണ്ട്. നമുക്ക് നമ്മുടെ ഈശോയെ പാടി ആരാധിക്കാം, ഒന്നിച്ച് മഹത്വപ്പെടുത്താം. സർവശക്തിയോടും കൂടെ നമ്മുടെ ഈശോയെ നമുക്ക് ആരാധിക്കാം. ശാശ്വതാനന്ദം നിർലോഭമൊഴുകവേ ധന്യർ ഞങ്ങൾ. ആത്മനാഥ നിനക്കാരാധന, ആത്മജരേ കിടന്നാരാധന. ആത്മനാഥ നിനക്കാരാധന, ആത്മജരേ കിടന്നാരാധന. നൊമ്പരങ്ങളും തകർക്കപ്പെടുന്ന അനുഭവങ്ങളും സന്തോഷം പകരുന്ന ജീവിത സാഹചര്യങ്ങളും ഒരുപാട് എനിക്കുണ്ട്. എല്ലാ അനുഭവങ്ങളുടെയും നടുവിൽ നിന്നുകൊണ്ട് തന്നെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങേ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. പാടുമ്പോൾ ആത്മാവിലുണരുന്നു പുതുനാളമായി. ഓർമ്മയിലെന്നും നിൻ സ്തുതി പാടുമ്പോൾ ആത്മാവിലുണരുന്നു പുതുനാളമായി. മനസ്സിനുള്ളിൽ
നിന്നുള്ളിലെ സ്നേഹാമൃതം മിഴിനീർ തുടയ്ക്കവേ ധന്യർ ഞങ്ങൾ. ആരാധനയെന്നും ഈശോയ്ക്ക് മാത്രം ആദരവോടെ കൈകൂപ്പിടുന്നു. ആരാധനയെന്നും ഈശോയ്ക്ക് മാത്രം ആദരവോടെ കൈകൂപ്പിടുന്നു. ആർദ്രതയോടിന്നും കാക്കും നിൻ പുകഴ് പാടുവതോ പുണ്യം ധന്യമീ ജീവിതം. ആർദ്രതയോടിന്നും കാക്കും നിൻ പുകഴ് പാടുവതോ പുണ്യം ധന്യമീ ജീവിതം. ആത്മനാഥാ നിനക്കാരാധന. ഒരുമിച്ച് പാടാം. ആത്മജരീകിടും ആരാധന. ആത്മനാഥാ നിനക്കാരാധന. ആത്മജരീകിടും ആരാധന. എൻ്റെ ഈശോയ്ക്ക് എല്ലാ അനുഭവങ്ങളെയും പ്രതി ആരാധന അർപ്പിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ ഓർത്ത് എൻ്റെ ഈശോയ്ക്ക് ആരാധന. എൻ്റെ ജീവിത സാഹചര്യങ്ങളെ ഓർത്ത് എൻ്റെ ഈശോയ്ക്ക് ആരാധന. ജീവിതത്തിലെ ഓരോ അനുഭവത്തെയും ഓർത്ത് എൻ്റെ ഈശോയ്ക്ക് ആരാധന. യേശുവേ ആരാധന, അങ്ങേക്ക് ആരാധന. അത് മാത്രം പറയാൻ എൻ്റെ അധരങ്ങൾ തയ്യാറാകുന്നു. യേശുവേ അങ്ങേക്ക് ആരാധന. ആരോഗ്യവും അനാരോഗ്യവും സമ്പത്തും ദാരിദ്ര്യവും സുഖങ്ങളും ദുഃഖങ്ങളും എല്ലാം അങ്ങയുടെ സമ്മാനങ്ങൾ. ആരാധന ഈശോയെ, അങ്ങേക്ക് ആരാധന. നമുക്ക് ഒരുമിച്ച് ഒന്നുകൂടെ ആ വരികൾ ഏറ്റുപാടാം. ആത്മനാഥാ നിനക്കാരാധന. ആത്മജരീകിടും ആരാധന. ഒരുമിച്ച്. ആത്മനാഥാ നിനക്കാരാധന. ആത്മജരീകിടും ആരാധന. ചില അവസരങ്ങളിൽ പരാജയപ്പെട്ടു എന്ന് തോന്നുമ്പോഴും പരാജയത്തിന്റെ അനുഭവങ്ങൾ നൽകിയതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ചില അവസരങ്ങളിൽ എല്ലാവരാലും തഴയപ്പെട്ടു എന്ന് തോന്നുമ്പോഴും അവസരങ്ങളെ പ്രതി ഞങ്ങൾ ആരാധിക്കുന്നു. ചില അവസരങ്ങളിൽ എല്ലാ അധ്വാനങ്ങളും പാഴ്വേലയായി പോകുന്നു. എല്ലാ പരിശ്രമങ്ങളും തോറ്റുപോകുന്നു. സമയം നഷ്ടപ്പെട്ടു പോകുന്നു. അവസരങ്ങൾ തീർന്നു പോകുന്നു. കർത്താവേ, മനസ്സിൽ തോന്നുന്ന എല്ലാ അനുഭവങ്ങളെയും പ്രതി, അനുഭവപ്പെടുന്ന എല്ലാ ജീവിത സാഹചര്യങ്ങളെയും പ്രതി അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. നമുക്കൊന്നുകൂടി ആ വരികൾ ഏറ്റുപാടി നല്ല ഈശോയ്ക്ക് ആരാധന കൊടുക്കാം. ആത്മനാഥാ നിനക്കാരാധന. ആത്മജരീകിടും ആരാധന. എല്ലാവരും ചേർന്ന്. ആത്മനാഥാ നിനക്കാരാധന. ആത്മജരീകിടും ആരാധന. ഈശോയെ, ഒരുപാട് സ്നേഹിക്കുമ്പോഴും സ്നേഹിക്കപ്പെടാതെ പോകുന്ന സാഹചര്യങ്ങളും അംഗീകരിക്കപ്പെടാതെ വരുന്ന സാഹചര്യങ്ങളും ഒറ്റപ്പെട്ടിരിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളും അതെല്ലാം എൻ്റെ നന്മയ്ക്ക് വേണ്ടി അങ്ങ് മാറ്റിത്തരുന്നതിന് കർത്താവേ, ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു. ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ എല്ലാ ഇല്ലായ്മകളിലും അങ്ങയുടെ സാന്നിധ്യം തന്ന് ഞങ്ങളെ ശക്തിപ്പെടുത്തുന്നതിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ എല്ലാ ഒറ്റപ്പെടലുകളിലും അങ്ങയുടെ സാന്നിധ്യം തന്ന് സഹായിക്കുന്നതിനും ഞങ്ങളോട് സംസാരിക്കുന്നതിനും ഞങ്ങൾക്ക് ബലം പകരുന്നതിനും നന്ദി പറഞ്ഞ് ഞങ്ങൾ ഒരുമിച്ച് ഒന്നുകൂടെ കർത്താവെ അങ്ങേ പാടി ആരാധിക്കുന്നു. നമുക്ക് പാടാം. ആത്മനാഥാ നിനക്കാരാധന. ഈശോയെ, ആത്മജരീകിടും ആരാധന. ഒരുമിച്ച് പാടാം. ആത്മനാഥാ നിനക്കാരാധന. ആത്മജരീകിടും ആരാധന. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഏതാനും സമയം നിങ്ങൾ എവിടെയാണോ ഈ ആരാധനയിൽ പങ്കെടുക്കാനായിരിക്കുക, ഭവനത്തിലാണോ, ഓഫീസിലാണോ, ജോലി ചെയ്യുന്ന സ്ഥലത്താണോ, എവിടെയാണ് ആയിരിക്കുന്നതെങ്കിലും ആ സ്ഥലത്ത് തന്നെ ആയിരുന്ന് കൈകൾ ഉയർത്തിപ്പിടിച്ച് സാധിക്കുമെങ്കിൽ നല്ല സ്വരത്തിൽ നല്ല സ്നേഹത്തോടെ നമ്മുടെ ഈശോയെ നമുക്ക് ഒന്നുകൂടി ഒന്ന് സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ
ഒന്നാമത്തെ ലേഖനത്തിൽ 1-ാമത്തെ അധ്യായം 6-7 വചനങ്ങൾ ഇങ്ങനെ പറയുന്നു: അല്പകാലത്തേക്ക് വിവിധ പരീക്ഷകൾ നിമിത്തം നിങ്ങൾക്ക് വ്യസനിക്കേണ്ടി വന്നാലും അതിൽ ആനന്ദിക്കുവിൻ. കാരണം അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തേക്കാൾ വിലയേറിയതായിരിക്കും പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം. അത് യേശുക്രിസ്തുവിന്റെ പ്രത്യാഗമനത്തിൽ സ്തുതിക്കും മഹത്വത്തിനും ബഹുമാനത്തിനും ഹേതുവായിരിക്കും. അത് യേശുക്രിസ്തുവിന്റെ പ്രത്യാഗമനത്തിൽ സ്തുതിക്കും മഹത്വത്തിനും ബഹുമാനത്തിനും ഹേതുവായിരിക്കും. സ്ലീഹ നമ്മെ ബലപ്പെടുത്തുന്നു, സ്ലീഹ നമ്മെ ശക്തിപ്പെടുത്തുന്നു. തൻ്റെ വാക്കുകളാൽ, ജീവനുള്ള വാക്കുകളാൽ ഈ സമയം നമ്മുടെ ഹൃദയത്തോട് അവിടുന്ന് മന്ത്രിക്കും. അല്പകാലത്തേക്ക് അല്പം സഹിക്കേണ്ടി വന്നാലും നിങ്ങൾ അതിൽ ആനന്ദിക്കുവിൻ. കാരണം നിങ്ങളുടെ വിശ്വാസം നശ്വരമായ സ്വർണത്തേക്കാൾ വിലയേറിയതായിരിക്കും. നിങ്ങളുടെ വിശ്വാസം യേശുക്രിസ്തുവിന്റെ പ്രത്യാഗമനത്തിൽ മഹത്വത്തിനും ബഹുമാനത്തിനും കാരണമായി തീരും. ക്രിസ്തുവിന്റെ 2-ാമത്തെ വരവിൽ അവിടുത്തെ വലത്തുഭാഗത്ത് ഉപവിഷ്ടരാകുവാൻ ഈ ഞെരുക്കങ്ങളും ഈ കഷ്ടപ്പാടുകളും ആവശ്യമാണെന്ന് സ്ലീഹ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഈ കഷ്ടപ്പാടുകൾ, ഞെരുക്കങ്ങൾ സാരമില്ല എന്ന്, കഷ്ടങ്ങൾ സാരമില്ല എന്ന്, നഷ്ടങ്ങൾ സാരമില്ല എന്ന് അവിടുന്ന് അതെല്ലാം കൃപയ്ക്ക് കാരണമാക്കി മാറ്റുമെന്ന്, ദൈവത്തെ മുഖാഭിമുഖം കണ്ട് അവിടുത്തെ ആരാധിക്കാൻ ഈ അല്പകാലത്തെ പരീക്ഷണങ്ങൾ കാരണമാക്കി മാറ്റുമെന്ന് അവിടുന്ന് നമുക്ക് ഉറപ്പു തരുന്നു. ജീവിതത്തിലെ എല്ലാ പ്രതികൂലങ്ങളെയും നമുക്ക് ഓർക്കാം, ഒന്നൊന്നായി ഓർക്കാം. ആരോടും പറയാൻ ഇഷ്ടമില്ലാത്തതും, ഇതുവരെയും ആരെയും അറിയിച്ചിട്ടില്ലാത്തതും, സ്വന്തം കുടുംബാംഗങ്ങൾക്കല്ലാതെ മറ്റാർക്കും അറിയത്തില്ലാത്തതുമായ നമ്മുടെ കുടുംബത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥകൾ, ശരീരത്തിൻ്റെ ആരോഗ്യകരമായിട്ടുള്ള പ്രശ്നങ്ങൾ എല്ലാം ദൈവസന്നിധിയിലേക്ക് നമുക്കിപ്പോൾ ഉയർത്താം. കർത്താവ് പറയും, സാരമില്ല, കഷ്ടങ്ങൾ സാരമില്ല. വരാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ ക്ലേശങ്ങൾ നിസ്സാരമെന്ന് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തും. വരാനിരിക്കുന്ന മഹത്വം, ദൈവത്തെ മുഖാഭിമുഖം കാണാനും ആ ആനന്ദത്തിൽ എപ്പോഴും ആയിരിക്കാനും അവിടുന്ന് നമ്മെ സഹായിക്കുമ്പോൾ, അവിടുന്ന് ഇന്നത്തെ അനുഭവങ്ങൾ അതിനെ കാരണമാക്കി മാറ്റുമ്പോൾ, കർത്താവേ, ജീവിതത്തിലെ യാഥാർത്ഥ്യങ്ങളെ, പച്ചയായ അനുഭവങ്ങളെ സ്വീകരിക്കാൻ, ചേർത്ത് പിടിക്കാൻ, ചങ്കോട് ചേർത്ത് പിടിച്ച് എല്ലാ അനുഭവങ്ങളിലും അങ്ങേ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാമത്തെ അധ്യായം 18-ാമത്തെ വചനം ഇങ്ങനെ പറയും: നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമാണെന്ന് ഞാൻ കരുതുന്നു. ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമാണെന്ന് ഞാൻ കരുതുന്നു. പൗലോസ് ശ്ലീഹായും പത്രോസ് ശ്ലീഹായും ഒരേ ആശയം ഇന്നത്തെ ദിവസത്തിൽ നമുക്ക് സമാനമായി തരുമ്പോൾ, അല്പകാലം കൊണ്ട് സഹിക്കേണ്ടി വന്നാലും, ചെറിയ ചെറിയ നഷ്ടങ്ങളും വലിയ പീഡകളും ഞെരുക്കങ്ങളും എല്ലാം ഉണ്ടായാലും വരാനിരിക്കുന്ന മഹത്വം അത് മാത്രം നമുക്ക് ലക്ഷ്യം വയ്ക്കാം. നേടിയെടുക്കാൻ കഴിയുന്ന നിത്യജീവൻ അത് മാത്രം നമ്മുടെ മനസ്സിൽ നമുക്ക് സൂക്ഷിക്കാം. ആ ലക്ഷ്യത്തിന് വേണ്ടി മുന്നോട്ട് പോകാൻ നമുക്ക് ഏറ്റവും സ്നേഹത്തോടെ ആഗ്രഹിച്ചൊരുങ്ങാം. സാധിക്കുമെങ്കിൽ ഒന്നുകൂടി ഒന്ന് കൈകൾ ഉയർത്തിപ്പിടിച്ച് ഇപ്പോഴത്തെ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളെയും എല്ലാ അനുഭവങ്ങളെയും ഒരുപാട് ഇഷ്ടത്തോടുകൂടെ തന്നെ ഈശോയുടെ കൈകളിൽ കൊടുത്ത് നമ്മുടെ ഈശോയെ നമുക്ക് ആരാധിക്കാം. നമുക്കൊന്നുകൂടി ഒന്ന് കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, 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 യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, 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 യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരും സ്തുതിക്കണം, നന്നായിട്ട് സ്തുതിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ,
ഇപ്പോഴത്തെ പരീക്ഷണങ്ങളെ ഓർത്ത്, ഇപ്പോഴത്തെ ഞെരുക്കങ്ങളെ ഓർത്ത് കർത്താവിന് നമുക്ക് നന്ദി പറയാം. കർത്താവിനെ നമുക്ക് പാടി സ്തുതിക്കാം. കർത്താവിനെ നമുക്ക് പാടി ആരാധിക്കാം. ഈശോയ്ക്ക് ആരാധന, ഈശോയ്ക്ക് ആരാധന. ഉള്ളിൻ്റെ ഉള്ളിൽ പറഞ്ഞുകൊണ്ടേയിരിക്കാം, നിസ്സാരമാണെല്ലാം. ദൈവദൃഷ്ടിയിൽ എല്ലാം നിസ്സാരമാണ്. കർത്താവേ, കൃപ തരണമേ, ശക്തി തരണമേ. പ്രാർത്ഥിക്കാം. സഹോദരി, നീ എത്രയധികം തഴയപ്പെട്ടിട്ടുണ്ടെങ്കിലും, നീ എത്രയധികം തകർക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും, എല്ലാവരുടെയും മുൻപിൽ നീ ഏറ്റവും ചെറുത് എന്ന രീതിയിൽ ചുറ്റുമുള്ളവർ നിന്നെ പരിഗണിച്ചിട്ടുണ്ടെങ്കിലും, കർത്താവ് നിന്നെ ഉയർത്തുന്ന സമയം ഇതാ ആഗതമായി. തക്ക സമയത്ത് അവിടുന്ന് നിന്നെ ഉയർത്തിക്കൊള്ളും. പത്രോസ്ലീഹ ഓർമ്മിപ്പിച്ചിട്ടില്ലേ? ഉത്കണ്ഠകളെല്ലാം ഏൽപ്പിക്കുക, അവിടുന്ന് തക്ക സമയത്ത് നിന്നെ ഉയർത്തും. ഇതാ നിന്നെ ഉയർത്തുന്ന സമയമായി, ആകാശത്തോളം നിന്നെ ഉയർത്തുന്ന സമയമായി. നീ എത്രത്തോളം താഴ്ത്തപ്പെട്ടുവോ അതിനിരട്ടിയായി നിന്നെ ഉയർത്തപ്പെടുന്ന സമയം വരുന്നു. അതിനിരട്ടിയായി നീ ഉയർത്തപ്പെടും. അത് വിശ്വസിക്കാം. അത് സത്യമാണ്. അത് ഈശോ ചെയ്യുന്ന പ്രവൃത്തിയാണ്. അത് കർത്താവ് തരുന്ന സമ്മാനമാണ്. യേശുവേ, അങ്ങേ ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു. നമുക്ക് ഈശോയ്ക്ക് മഹത്വം കൊടുക്കാം. ദൈവമുയർത്തും
ആരോഗ്യം, മനസ്സിന്റെ ആരോഗ്യം മുഴുവനും നഷ്ടപ്പെടുമ്പം ഈ ശരീരത്തെ സൃഷ്ടിച്ച് രൂപപ്പെടുത്തിയ അങ്ങാണ് വലുത് എന്ന് പറയാൻ, ഈ ജീവിതത്തെക്കാൾ, ഈ ശരീരത്തിന്റെ ആരോഗ്യത്തെക്കാൾ അങ്ങാണ് വലുത് എന്ന് പറയാൻ എൻ്റെ കൊച്ചു മനസ്സിന് അവിടുന്ന് ശക്തി പ്രദാനം ചെയ്യണമേ. കർത്താവേ, സൗഖ്യം തരാൻ അങ്ങേക്ക് കഴിയുമെന്നും, അല്ല ഇത് സഹിക്കാനാണ് നിന്റെ മനസ്സെങ്കിൽ അത് സ്വീകരിക്കാനുള്ള ശക്തി തരണമേ എന്ന് പ്രാർത്ഥിക്കാൻ ഒരു കൃപ ഞങ്ങൾക്ക് തരണമേ. കർത്താവേ, ഞങ്ങൾ ആരാധിക്കുന്നു. മാറാരോഗങ്ങളെ ഓർത്ത്, തീരാരോഗങ്ങളെ ഓർത്ത് ഞങ്ങൾ ആരാധിക്കുന്നു. കഷ്ടപ്പാടുകളെ ഓർത്ത് ഞങ്ങൾ ആരാധിക്കുന്നു.
വിഷയമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ ദൈവചിന്തയോടെ വേദനകൾ ക്ഷമാപൂർവം സഹിച്ചാൽ അത് അനുഗ്രഹ കാരണമാകും. തെറ്റ് ചെയ്തിട്ട് അടിക്കപ്പെടുമ്പോൾ ക്ഷമയോടെ സഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് മഹത്വമാണുള്ളത്. നിങ്ങൾ നന്മ ചെയ്തിട്ട് പീഡകൾ സഹിക്കേണ്ടി വന്നാൽ അത് ദൈവസന്നിധിയിൽ പ്രീതികരമാണ്. ഇതിനായിട്ടാണ് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. എന്തെന്നാൽ ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി സഹിക്കുകയും നിങ്ങൾ അനുകരിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് മാതൃക നൽകുകയും ചെയ്തിരിക്കുന്നു. തെറ്റ് ചെയ്തിട്ട് അടിക്കപ്പെടുമ്പോൾ ക്ഷമയോടെ സഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് മഹത്വമാണുള്ളത്. നിങ്ങൾ നന്മ ചെയ്തിട്ട് പീഡകൾ സഹിക്കേണ്ടി വന്നാൽ അത് ദൈവസന്നിധിയിൽ പ്രീതികരമാണ്. അത് ദൈവസന്നിധിയിൽ പ്രീതികരമാണ്. ചിലപ്പോഴെങ്കിലും തോന്നിയിട്ടില്ലേ, എന്തുകൊണ്ടാ എനിക്കിങ്ങനെ വന്നത്? ഇത്ര നന്മ ചെയ്തിട്ടും, ഇത്ര പ്രാർത്ഥിച്ചിട്ടും, ഇത്ര വിശ്വസിച്ചിട്ടും, ഇത്രയേറെ അനേകരെ സഹായിച്ചിട്ടും എന്തുകൊണ്ട് എനിക്കിങ്ങനെ വന്നു? നന്മ ചെയ്തിട്ട് സഹിക്കേണ്ടി വന്നാൽ, നന്മ പ്രവൃത്തികൾ മാത്രം അനുവർത്തിച്ചിട്ട് നിനക്ക് സഹിക്കേണ്ടി വരുന്നെങ്കിൽ കുഞ്ഞെ, ദൈവം നിന്നെ ഉയർത്തുന്ന സമയം വിദൂരത്തല്ല. ദൈവം നിന്നെ സഹായിക്കുന്ന സമയം വിദൂരത്തല്ല. ദൈവം നിന്റെ ജീവിതത്തെ ഏറ്റെടുക്കുന്ന സമയം വിദൂരത്തല്ല. നമുക്ക് വിശ്വസിക്കാം. നമ്മുടെ വിശ്വാസത്തെ ഒന്നുകൂടെ ബലപ്പെടുത്താം. നമ്മുടെ വിശ്വാസത്തെ ഒന്നുകൂടെ ദൃഢപ്പെടുത്താം. എൻ്റെ കർത്താവ് അറിയാതെ എനിക്കൊന്നും വരത്തില്ല. എൻ്റെ കർത്താവ് എല്ലാം നന്മയ്ക്കായി മാറ്റും. എൻ്റെ കർത്താവ് എനിക്ക് സ്വർഗരാജ്യം തരും. എൻ്റെ കർത്താവ് എനിക്ക് സ്വർഗീയ മഹത്വം തരും. കൈകൾ ഉയർത്തിപ്പിടിച്ച് ഒന്നുകൂടെ നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സൗഖ്യം നൽകുന്ന കർത്താവ് ഒപ്പമുണ്ട്. സൗഖ്യം തരുന്ന കർത്താവ് ഒപ്പമുണ്ട്. കുഞ്ഞേ, നിന്റെ ഒപ്പമുണ്ട് സൗഖ്യദായകൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മാറാരോഗങ്ങൾ, തീരാരോഗങ്ങൾ അതെല്ലാം കർത്താവ് സഹിക്കാൻ തരുന്നു. നമുക്ക് വേണ്ടി നമ്മുടെ ഉയർച്ചയ്ക്കായി തരുന്നു. നമ്മുടെ കഷ്ടപ്പാടുകൾ നന്മയ്ക്കായി മാറ്റുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആമേൻ. സൗഖ്യദായകൻ നിന്റെ ഒപ്പമില്ലയോ? ആമേൻ. ആമേൻ. സൗഖ്യദായകൻ നിന്റെ ഒപ്പമില്ലയോ? ഒപ്പമില്ലയോ കുഞ്ഞി, ഒപ്പമില്ലയോ? സൗഖ്യദായകൻ യേശു ഒപ്പമില്ലയോ? ആമേൻ. ഒപ്പമില്ലയോ കുഞ്ഞി, ഒപ്പമില്ലയോ? സൗഖ്യദായകൻ യേശു ഒപ്പമില്ലയോ? നിസാരമാ, നിസാരമാ നീറും ദുഃഖങ്ങൾ, നിസാരമാ, നിസാരമാ, നിസാരമാ നീറും ദുഃഖങ്ങൾ, നിസാരമാ. നാളെ വരുന്ന മഹിമയോർത്താൽ ഇന്നിൻ ദുഃഖങ്ങൾ നിസാരമാ. പാടാം. നാളെ വരുന്ന മഹിമയോർത്താൽ ഇന്നിൻ ദുഃഖങ്ങൾ നിസാരമാ, നിസാരമാ, നിസാരമാ നീറും ദുഃഖങ്ങൾ, നിസാരമാ, നിസാരമാ, നിസാരമാ നീറും ദുഃഖങ്ങൾ, നിസാരമാ. പൗലോസ്ലീഹ തിമോഥെയോസിന് എഴുതിയ 1-ാമത്തെ ലേഖനം 6-ാമത്തെ അധ്യായം 12-ാമത്തെ വചനം ഇങ്ങനെ പറയും: വിശ്വാസത്തിന്റെ നല്ല പോരാട്ടം നടത്തുകയും നിത്യജീവനെ മുറുകെ പിടിക്കുകയും ചെയ്യുക. നിത്യജീവനെ മുറുകെ പിടിക്കുകയും ചെയ്യുക. നമുക്ക് വേറെ ഒന്നും ലക്ഷ്യം വേണ്ട. നിത്യജീവൻ നേടിയെടുക്കാൻ നമുക്ക് വല്ലാത്ത ആഗ്രഹം നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കാം. കർത്താവെ, വേറെ എന്തൊക്കെ നഷ്ടപ്പെട്ടാലും നിത്യജീവൻ അത് മാത്രം നമുക്ക് മതി എന്ന് പറയാൻ നമ്മുടെ ജീവിതത്തിന് ശക്തി ലഭിക്കട്ടെ. എല്ലാ രോഗികളെയും ഈ സമയം കർത്താവിൻ്റെ കൈകളിലേക്ക് കരുണയ്ക്കായി നമുക്ക് സമർപ്പിക്കാം. ഓരോ രോഗികളെയും അവരുടെ രോഗപീഠകളെയും സമർപ്പിക്കുമ്പോൾ കർത്താവെ, കരുണയായിരിക്കണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. മറുപടിയായി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കേണ്ടത് കർത്താവെ, കരുണയായിരിക്കണമേ എന്നാണ്. നിങ്ങളുടെ മനസ്സിൽ ഓരോ രോഗാവസ്ഥയിലുള്ളവരെയും സമർപ്പിക്കുമ്പോൾ നിങ്ങളുടെ അയൽപക്കത്തോ നിങ്ങളുടെ വീട്ടിലോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ ആരെങ്കിലുമൊക്കെ ഈ രോഗങ്ങളാൽ ക്ലേശിക്കുന്നവരുണ്ടെങ്കിൽ അവരുടെ പേരുകൾ നിങ്ങൾ വീട്ടിലിരുന്ന് അല്ലെങ്കിൽ ഇപ്പോൾ ആരാധനയ്ക്ക് എവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുവോ ആ സ്ഥലത്തിരുന്ന്
ആ മക്കളുടെ പേരുകൾ ഉറക്കെ പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഈശോ അവരെ ഇപ്പോൾ തൊട്ട് സുഖപ്പെടുത്തും. അവർക്ക് സഹിക്കാൻ ശക്തി കൊടുക്കണം. അതാണ് ഈശോ ആഗ്രഹിക്കുന്നതെങ്കിൽ ഈശോ ഇപ്പോൾ ശക്തി കൊടുക്കും. സഹിക്കാനുള്ള ശക്തി, പിടിച്ചു നിൽക്കാനുള്ള ശക്തി, വിശ്വാസം നഷ്ടപ്പെടാതെ വിശ്വാസം ജ്വലിപ്പിക്കാനുള്ള കൃപ ഈശോ പ്രിയപ്പെട്ട ദാസന്മാർക്ക് ഈ മണിക്കൂറിൽ നൽകും. നമുക്ക് വിശ്വസിക്കാം. എല്ലാ രോഗികളെയും കാഴ്ചവെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, കൊറോണ ബാധിച്ച എല്ലാ സഹോദരന്മാരെയും അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, കരുണയായിരിക്കണമേ. ഇടയ്ക്കിടയ്ക്ക് പനിയും ജലദോഷവും വരുന്ന എല്ലാ മക്കളെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, കരുണയായിരിക്കണമേ. ബ്രെയിൻ ട്യൂമർ ഉള്ള എല്ലാ മക്കളെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, കരുണയായിരിക്കണമേ. ക്യാൻസർ രോഗം ബാധിച്ച എല്ലാ മക്കളെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, കരുണയായിരിക്കണമേ. എല്ലാ ഹൃദ്രോഗികളെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, കരുണയായിരിക്കണമേ. എല്ലാ പ്രമേഹ രോഗികളെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, കരുണയായിരിക്കണമേ. വൻകുടല് ചെറുകുടലിന് രോഗബാധിതരായിട്ടുള്ള എല്ലാ മക്കളെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, കരുണയായിരിക്കണമേ. കിഡ്നിക്ക് കംപ്ലൈന്റ് ഉള്ള എല്ലാ മക്കളെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, കരുണയായിരിക്കണമേ. ലിവറിന് കംപ്ലൈന്റ് ഉള്ള എല്ലാ മക്കളെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, കരുണയായിരിക്കണമേ. ശരീരത്തില് വിവിധ ഇടങ്ങളിൽ ട്യൂമറുകളുള്ള എല്ലാ മക്കളെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, കരുണയായിരിക്കണമേ. കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടവരും കാതുകൾക്ക് കേൾവി നഷ്ടപ്പെട്ടവരുമായ മക്കളെ ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, കരുണയായിരിക്കണമേ. എല്ലാ കിടപ്പ് രോഗികളെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, കരുണയായിരിക്കണമേ. ബ്ലഡ് പ്രഷർ നോർമൽ അല്ലാത്തവരെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, കരുണയായിരിക്കണമേ. യൂറിനറി ഇൻഫെക്ഷൻ ഉള്ള മക്കളെ ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, കരുണയായിരിക്കണമേ. കർത്താവെ, എല്ലാ തളർവാദ രോഗികളെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, കരുണയായിരിക്കണമേ. അംഗവൈകല്യങ്ങൾ ഉള്ളവരെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, കരുണയായിരിക്കണമേ. മാനസിക രോഗങ്ങളുള്ള എല്ലാ മക്കളെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, കരുണയായിരിക്കണമേ. മെന്റലി ഡിപ്രസ്ഡ് ആയി മരുന്ന് കഴിക്കുന്നവരെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, കരുണയായിരിക്കണമേ. ത്വക്ക് സംബന്ധമായ രോഗങ്ങളുള്ളവരെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, കരുണയായിരിക്കണമേ. വാഹന അപകടങ്ങളിൽപ്പെട്ട് ഫ്രാക്ചർ എല്ലുകൾ ഒടിഞ്ഞു പോയ മക്കളെ എല്ലാവരെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, കരുണയായിരിക്കണമേ. ഈ വരുന്ന ദിവസങ്ങളിൽ സർജറിക്ക് വേണ്ടി ഒരുങ്ങുന്ന എല്ലാ മക്കളെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, കരുണയായിരിക്കണമേ. ഗർഭിണികളായ എല്ലാ മക്കളെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, കരുണയായിരിക്കണമേ. ശിശുക്കള് രോഗങ്ങളാൽ കഷ്ടപ്പെടുന്ന എല്ലാ ശിശുക്കളെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, കരുണയായിരിക്കണമേ. ആശുപത്രികളിൽ ICU വെന്റിലേറ്ററുകളിൽ കഴിയുന്ന എല്ലാ മക്കളെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, കരുണയായിരിക്കണമേ. ഏറെ നാളുകൾ മരുന്ന് ചെയ്തിട്ടും ചികിത്സിച്ചിട്ടും ഫലം കാണാതെ നിരാശരായി കഴിയുന്ന മക്കളെ ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, കരുണയായിരിക്കണമേ. രോഗികളെ മുഴുവൻ സമർപ്പിച്ച് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം, മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇന്ന് കരുണയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പം എല്ലാ രോഗികളെയും നമുക്ക് മനസ്സിലോർക്കാം. എല്ലാ രോഗികൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം. ചിലരൊക്കെ നമ്മളോട് പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് വേണ്ടി പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. നിയോഗങ്ങൾ ഒന്നൊന്നായി സമർപ്പിച്ച് കരുണയുടെ ജപമാലയിൽ ഏറ്റവും വിശ്വാസത്തോടെ നമുക്ക് പങ്കുചേരാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അതിനുവേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരിതത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുടെ പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ
വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി ഞങ്ങളുടെ നാഥനും രക്ഷകനും അങ്ങേറ്റവും വാത്സല്യമുള്ള പുത്രനുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെക്കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. 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 നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി ഞങ്ങളുടെ നാഥനും രക്ഷകനും അങ്ങേറ്റവും വാത്സല്യമുള്ള പുത്രനുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെക്കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ. 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 നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി ഞങ്ങളുടെ നാഥനും രക്ഷകനും അങ്ങേറ്റവും വാത്സല്യമുള്ള പുത്രനുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെക്കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. 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 നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി ഞങ്ങളുടെ നാഥനും രക്ഷകനും അങ്ങേറ്റവും വാത്സല്യമുള്ള പുത്രനുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെക്കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. 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 ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെക്കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ.
കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെക്കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ 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 കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി ഞങ്ങളുടെ നാഥനും രക്ഷകനും അങ്ങേറ്റവും വാത്സല്യമുള്ള പുത്രനുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെക്കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. 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 പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈ മണിക്കൂറിൽ കർത്താവ് സൗഖ്യം നൽകിയതിനും അനേകം രോഗികളെ തൊട്ട് സുഖപ്പെടുത്തിയതിനും നന്ദി പറഞ്ഞ് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് നമുക്ക് നമ്മുടെ ഈശോയെ സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവമേ ആരാധിക്കുന്നു, ദൈവമേ ആരാധിക്കുന്നു, ദൈവമേ ആരാധിക്കുന്നു. യേശുവേ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധിക്കുന്നു, യേശുവേ ആരാധിക്കുന്നു, യേശുവേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവമേ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 യേശുവേ ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈകൾ കൂപ്പി ശിരസ് നമിച്ച് നല്ല ഈശോയ്ക്ക് ഹൃദയപൂർവ്വം നമുക്ക് ആരാധന കൊടുക്കാം. ഒത്തിരി സ്നേഹത്തോടെ നമുക്ക് നന്ദി പറയാം. പരിശുദ്ധ പരമാധികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാധികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാധികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.